ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് സ്റ്റെം സ്റ്റിച്ചാണ്. സ്റ്റെം സ്റ്റിച്ച് നമ്മൾ ചെയ്തു, അത് യൂസ് ചെയ്തിട്ട് നമ്മളൊരു മോട്ടീഫും ചെയ്തെടുത്തു അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മോട്ടീഫും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്തിട്ടുള്ള മോട്ടീഫ് റെക്കോർഡിലേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ മോട്ടീഫും റെക്കോർഡിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് ചെയ്യാം. അതായത് നമ്മൾ ചെയ്ത മോട്ടീഫ് നല്ല നീറ്റായി അയൺ ചെയ്ത് അതിന് ശേഷം 4 സൈഡിലും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് A4 ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു സ്പൈറൽ ബുക്കിലേക്കോ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാം കേട്ടോ. കാരണം ഫസ്റ്റത്തെ 1-2 പേജോ മാറ്റി വെച്ചിട്ട് അതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ഓരോ മോട്ടീഫുകളും ഓരോ പേജിൽ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റും. ലാസ്റ്റിൽ നമുക്ക് ഫ്രണ്ട് പേജ് ഇൻഡെക്സ് പേജിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ബോർഡ് നമുക്കതിൽ ഒട്ടിച്ച് വെക്കാം. അപ്പം നമുക്ക് ഓരോ സ്റ്റിച്ചും ഏതാണ്, ആ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള മോട്ടീഫ് ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന മോട്ടീഫുകളൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഒരു മോട്ടീഫും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ചെയിൻ സ്റ്റിച്ചൊക്കെ നമുക്കിതുപോലെ ഔട്ട്ലൈനൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 ലെയറാണ് എടുത്തിട്ടുള്ളത്. ത്രെഡ് 3 ലെയർ സൂചിയിൽ കോർത്തിട്ട് ഞാനൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് സൂചി ഈ പോയിന്റിൽ നിന്ന് കുത്തി മുകളിലേക്ക് എടുക്കാം. അതിനുശേഷം ആ സെയിം പോയിന്റിൽ തന്നെ നമ്മൾ വീണ്ടും സൂചി കുത്തി ഇറക്കുക കേട്ടോ ചെയ്യുന്നത്. സെയിം പോയിന്റിൽ സൂചി കുത്തി ഇറക്കി തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷം സൂചി ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ത്രെഡിൻ്റെ ഭാഗം സൂചിയിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോർത്തിട്ട് ഇങ്ങനെ ഈ ഒരു രീതിക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം ടൈറ്റ് ആക്കരുത് കേട്ടോ. സെയിം നമ്മൾ ത്രെഡ് എടുത്തിട്ടുള്ള സെയിം ഹോളിൽ തന്നെ സൂചി കുത്തി ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് സൂചി പൊക്കിയെടുത്തതിന് ശേഷം ത്രെഡ് സൂചിയുടെ ബാക്ക് സൈഡിലേക്ക് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഒന്ന് മെല്ലെ വലിച്ച് അതൊരു ചെയിൻ പോലെ ആക്കുക കേട്ടോ. ഈ ഒരു രീതിക്ക് ഒന്നുകൂടി കാണിച്ചു തരാമേ. ഇങ്ങനെ എടുത്ത് ഈ ഒരു രീതിയിൽ നമുക്കൊരു ഓരോ തവണയും നമ്മൾ ഈ ഒരു ഹോളിൽ തന്നെ സൂചി കുത്തി ഇറക്കുക. ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് മുകളിലേക്ക് സൂചി കുത്തി എടുത്ത ശേഷം മുകളിലിരിക്കുന്ന ഈ ഒരു നൂലിൻ്റെ ഭാഗം സൂചിയുടെ താഴ്ഭാഗത്തൂടി ഇതുപോലെ കോർത്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് സൂചി മെല്ലെ വലിച്ച് ടൈറ്റ് ചെയ്താൽ മതി. അധികം വലിക്കരുത് കേട്ടോ. ഈ ഒരു ലെവലിൽ വലിച്ചാൽ മതി. ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പ് കാണാം. ആ ഒരു ലെവലിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് കറക്റ്റ് കാണുന്ന രീതിയിൽ വലിക്കണം. ഒരുപാട് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിച്ചിൻ്റെ ഭംഗി പോവും. ഈ ഒരു ലെവലിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. എല്ലാം ഒരേ ഒരുപാട് വലുതോ ഒരുപാട് ചെറുതോ അങ്ങനെയല്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏകദേശം എല്ലാം ഒരേ സൈസിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ സ്റ്റിച്ചും ഒരേ വലുപ്പത്തിൽ വരാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ സൂചി കുത്തിയെടുക്കുമ്പോഴാണ് സൂചി കുത്തിയെടുക്കുന്ന ആ ഒരു ഗ്യാപ്പാണ് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഏകദേശം ഒരേ ഒരു അളവിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. തീരെ ചെറുതോ
അധികം വലുതോ ആവാതെ ഒരേ രീതിക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിത് മുഴുവനും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സൂചി കുത്തി താഴേക്ക് എടുത്തതാണ്. അതിനുശേഷം നമുക്കിതിവിടെ കെട്ടിട്ട് നിർത്താം കേട്ടോ. സ്റ്റിച്ച് ബോർഡിൽ നമ്മളിത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് മോട്ടിഫിലേക്ക് എങ്ങനെയാണ് ഇത് ചെയ്തത് നോക്കാം. ഈ ഒരു പിക്ചറാണ് ഞാൻ മോട്ടിഫ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മോട്ടിഫ് ഞാൻ ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഈ ഒരു ഭാഗത്തു നിന്നാട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതും 3 ലെയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ചെറിയ സ്റ്റിച്ചായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ പിക്ചറിലൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടണമെങ്കിൽ ഒരുപാട് വലിയ സ്റ്റിച്ച് ചെയ്താൽ അതൊരു നീറ്റ് ഇല്ലാത്ത പോലെ ഉണ്ടാവാം. കറക്റ്റ് ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലത് ചെറിയ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നതാട്ടോ. ഈ ഒരു മോട്ടിഫ് നമ്മൾ കഴിയുന്നതും ഓരോ കളർ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി എടുക്കുക കേട്ടോ. ഓരോ കളറിൽ ത്രെഡ് യൂസ് ചെയ്തിട്ട് എല്ലാ കളേഴ്സും ഞാൻ എടുത്തിട്ടുള്ളത് 3 ലെയർ തന്നെയാണ്. ഇതേപോലെ ചെറിയ ചെറിയ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ.
ഇത്രയും ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ഭാഗം കൂടി കംപ്ലീറ്റ് ആയാലും നമ്മുടെ ഈ മോട്ടിഫ് കഴിയും കേട്ടോ. അപ്പോൾ ഈ ഭാഗം കൂടി നമുക്ക് ചെയിൻ സ്റ്റിച്ച് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ കഴിയുന്നതും നമ്മൾ ഈ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് സൂചി താഴേക്ക് കുത്തി ഇറക്കിയതിന് ശേഷം അടുത്ത ഒരു പോയിന്റിൽ നിന്ന് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുന്നതാട്ടോ. അപ്പോഴേ നമുക്കതൊരു കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പ് ഒന്നും കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വീണ്ടും സൂചി കുത്തി മുകളിലേക്ക് എടുത്തിട്ട് ഒരു പുതിയ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ചെയ്യുന്നതാട്ടോ കുറച്ചുകൂടി നല്ലത്. ഈ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ കെട്ടിട്ട് നിർത്തണം എന്നില്ല, ജസ്റ്റ് ഒരു സൂചി ഒന്ന് കുത്തി താഴേക്ക് ഇറക്കിയതിന് ശേഷം അതിന് തൊട്ടടുത്ത് തന്നെ കുത്തി വീണ്ടും മുകളിലേക്ക് എടുക്കാം. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പൊക്കെ കിട്ടുള്ളൂ. ഇതേപോലുള്ള കോർണർ ഭാഗങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. വീണ്ടും നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ജസ്റ്റ് ഒന്ന് എൻഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സ്റ്റിച്ചൊക്കെ സെയിം തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ.
അങ്ങനെ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് മോട്ടിഫ് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ടുള്ളൊരു മോട്ടിഫാട്ടോ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ള. ഞാൻ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് എൻ്റെ റെക്കോർഡ് ബുക്കിലേക്ക് ചെയ്ത് ഞാൻ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ റെക്കോർഡിലേക്ക് ചെയ്ത മോട്ടിഫ്. ഈ ഒരു പിക്ചറായിരുന്നു. ഇങ്ങനെ കേട്ടോ ഞാൻ ചെയ്തെടുത്തേ. അപ്പോൾ ഇതേപോലെ നിങ്ങളും ഇതുപോലുള്ള മോട്ടിഫൊക്കെ ചെയ്യാം. ഇതുപോലെ റെക്കോർഡിൽ കീപ്പ് ചെയ്യുക കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ 4 സൈഡിൽ ലേസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ നമ്മുടെ മോട്ടിഫ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്ലോത്തിന് കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നിട്ടുള്ള മെഷർമെൻറ്റിൽ അധികം ചെറിയ ഡിസൈനുകളോ കാര്യങ്ങളോ ഒന്നും ആവരുത്. നമുക്ക് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഏതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ച് ചെയ്യുന്ന സ്റ്റിച്ച് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ റെക്കോർഡിലേക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് സ്റ്റിച്ചാണ് ചെയ്യുന്നതെങ്കിലും അത് മോട്ടിഫായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ഏത് സ്റ്റിച്ചാണ് ചെയ്തതെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റണം. നമ്മൾ റെക്കോർഡ് ബുക്ക് നോക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ഇതിപ്പോൾ നോക്കുന്ന സമയത്ത് ഏത് സ്റ്റിച്ചാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മളത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ സ്റ്റിച്ച് ബോർഡിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. അതിനുശേഷം ഇതുപോലെ മോട്ടിഫൊക്കെ റെഡിയാക്കിയിട്ട് മോട്ടിഫിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ റെക്കോർഡിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതായി ഒരു രീതിക്കാണ് വരുന്നത്. നമ്മൾ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ക്ലോത്ത് 4 സൈഡൊന്നും നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് 2 മടക്ക് മടക്കിയിട്ട് ഇതേപോലെ ചെറുതായി 2 മടക്ക് മടക്കിയിട്ട് ജസ്റ്റ് നോർമൽ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മളിപ്പോൾ റണ്ണിങ് സ്റ്റിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ അതേപോലെ 4 സൈഡിലും ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്കതിൻ്റെ വശമൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഞാനിതിവിടെ 4 സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ലേസ് വെച്ചെടുത്തത്. ഇതേപോലെ 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ലേസ് ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ലേസ് വെക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ടാണ്. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് 4 ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ റെക്കോർഡിലേക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക, മോട്ടിഫ് ചെയ്യാം. ചെയ്ത മോട്ടിഫൊക്കെ റെക്കോർഡിലേക്ക് കീപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതേപോലെയുള്ള ഒരു സ്റ്റിച്ച് മോട്ടിഫായിട്ട് നമുക്ക് വീണ്ടും കാണാവേ. ഓക്കെ, ബൈ.